ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പ്ലസ് വൺ ട്രിഗണോമെട്രിയിലേക്ക് വരാം. അപ്പൊ പ്ലസ് വണ്ണിലെ നമ്മൾ കുറച്ച് കാര്യങ്ങളും ട്രിഗണോമെട്രി ചാപ്റ്ററിലെ കുറച്ച് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ സെലക്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ, ആദ്യത്തെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ, പിന്നെ 2 കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻ, പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യ ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനാണ്. cot square pi by 6 plus cosec 5 pi by 6 plus 3 tan square pi by 6 equal to 6. അതിന്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടണം. ഓക്കെ, RHS ഇവിടെ 6 എന്നാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് വാല്യൂ ആണ്, ആംഗിളിന്റെ ഡയറക്റ്റ് ആംഗിൾ തന്നേക്കണം, അതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്താൽ മാത്രം മതി, നമുക്ക് 6 എന്ന് കിട്ടണം. നോക്കാം നമുക്ക്. അപ്പോ ഈ പൈ ബൈ 6 ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് അറിയാം. പൈ ബൈ 6 എന്ന് വെച്ചാൽ നമുക്ക് അറിയാം അല്ലേ, പൈ എന്ന് വെച്ചാൽ 190 ഡിഗ്രി ആണ്. അപ്പോൾ പൈ ബൈ 6 എന്ന് വെച്ചാൽ 30 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. നമ്മൾ ആംഗിൾ മാക്സിമം പഠിച്ചേക്കുന്നത് ഡിഗ്രിയിലാണ് പഠിച്ചേക്കുന്നത്. അപ്പൊ ഈ പൈയിൽ തന്നേക്കുമ്പോൾ, അതായത് റേഡിയൻ മെഷറിൽ തന്നേക്കുമ്പോൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് എന്ത് ചെയ്യണം, ആംഗിളിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, നോക്കാം. LHS ഈക്വൽ ടു cot square pi by 6 അല്ലെ. cot square pi by 6 എന്ന് പറഞ്ഞാൽ cot 30 ആണ് അല്ലെ, 30 ഡിഗ്രി ആണ്. അപ്പോ tan 30യുടെ ജസ്റ്റ് റെസിപ്രോക്കൽ ആണ് cot 30 നമുക്കറിയാം. ഓക്കെ, അപ്പോ tan 30 എന്ന് വെച്ചാൽ 1/√3 ആണ് അല്ലെ. tan 30 ഇവിടെ ഒരു tan 30 വരുന്നുണ്ട്. pi by 6 എന്ന് വെച്ചാൽ √3 ആണ്. സോറി, pi by 6 എന്ന് വെച്ചാൽ 30 ഡിഗ്രി ആണ്. അപ്പൊ 30 ഡിഗ്രി tan 30 എന്ന് വെച്ചാൽ tan 30യുടെ വാല്യൂ 1/√3 ആണ് അല്ലെ. അപ്പൊ tan 30 തിരിച്ചിടുമ്പോഴത്തേക്കാണ് cot 30 കിട്ടുന്നത്. അപ്പൊ 1/3 തിരിച്ചിടുമ്പോഴത്തേക്ക് √3/1 എന്ന് വെച്ചാൽ √3. അപ്പോ cot pi by 6ന്റെ വാല്യൂ √3 ആണ്. അപ്പൊ cot സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് √3 സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് കൊസീക്ക് എന്ന് എഴുതിയിട്ട് നമ്മൾ പൈയെ ബേസ് ചെയ്യണം. അതായത് 1-1/6 എത്ര ഇട്ട് നോക്കാം. ഇവിടെ അടിയിൽ 1 ആണ്. 6 ക്രോസ് ചെയ്യുക. 6 - 1 ഈക്വൽ ടു 5/6 കിട്ടിയാണ്ട. അപ്പൊ 5/6. അപ്പൊ 5/6ന്റെ പകരം നമുക്ക് 1-1/6 എന്ന് എഴുതാം. പൈയെ ബേസ് ചെയ്യാൻ എഴുതാനുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളവര് ഡയറക്റ്റ് എന്റെ വാല്യൂ മാറ്റി എഴുതി കണ്ടുപിടിക്കുക. കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കിപ്പോ തൽക്കാലം ഇങ്ങനെ ചെയ്യാം. അതായത് ഒരു പൈ ഇങ്ങനെ 1-1/6. അപ്പോ ഒരു പൈ മൈനസ് π/6 ഇങ്ങനെ എഴുതുക. ഓക്കെ, പ്ലസ് 3 ഇൻറ്റു tan π/6ന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ഇവിടെ തിരിച്ചിടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ tan π/6 അതായത് tan 30ന്റെ വാല്യൂ 1/√3 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞത്. അപ്പോ 1/√3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √3 സ്ക്വയർ നമുക്കറിയാം അല്ലേ. ഒരു നമ്പർ, ഒരു റൂട്ടുള്ള നമ്പറിന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ ആ റൂട്ട് ക്യാൻസൽ ആയി പോയിട്ട് ആ നമ്പർ ഒരു പ്രാവശ്യം മാത്രമാവും. √3 സ്ക്വയർ 3 പ്ലസ് ഇപ്പൊ നോക്കിയത് ഏത് ഫോർമാറ്റ് ആയി, കൊസീക് 180 മൈനസ് തീറ്റ അല്ലെ. കൊസീക് 180 മൈനസ് തീറ്റ നമുക്കറിയില്ല. 180 വന്നത് കൊണ്ട് സെയിം റേഷ്യോ ആണോ കോറേഷ്യോ ആണോ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 180 ആയതുകൊണ്ട് സെയിം റേഷ്യോ ആണ് അല്ലെ. കൊസീക്കിന്റെ സെയിം റേഷ്യോ എന്ന് വെച്ചാൽ കൊസീക് തന്നെയാണ്. അപ്പോ കൊസീക് 180 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ കൊസീക് തീറ്റയാണ്. അപ്പോ കൊസീക്ക് π/6 വരും. തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ, ഇവിടെ വരുന്ന ആംഗിൾ വരുന്നത് π/6 പ്ലസ് 3 ഇൻറ്റു 1/√3 ഹോൾ സ്ക്വയർ അല്ലെ. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, √3 3. ഓക്കെ, ഈക്വൽ ടു 3 പ്ലസ് കൊസീക് π/6 അല്ലെ. π/6 എന്ന് വെച്ചാൽ 30 ഡിഗ്രി ആണ്. നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇവിടെ എല്ലായിടത്തും π/6 ആണ്, നമ്മൾ 30 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ കൊസീക് 30 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് sin 30 തിരിച്ചിട്ടാണ്. sin 30 നമുക്ക് അറിയാവുന്ന കാര്യമാണ്. sin 30 എന്ന് വെച്ചാൽ 1/2 ആണല്ലേ. അപ്പൊ sin 30 1/2 ആയതുകൊണ്ട് sin 30 1/2 എടുത്ത് നേരെ തിരിച്ചിടുമ്പോൾ, അതായത് റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് കൊസീക് 30 കിട്ടുന്നത് അല്ലെ. 1/2 തിരിച്ചിടുമ്പോൾ 2/1 എന്ന് വെച്ചാൽ 2 തന്നെയാണ്. സോ അപ്പൊ ഇതിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. അതായത് ക്യാൻസൽ ആയി പോയി അല്ലെ. പ്ലസ് ഇവിടെ എത്ര കിട്ടും, 1 കിട്ടും. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 3 + 2 5 6 ഈക്വൽ ടു RHS. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രേ ഉള്ളൂ, 2-3 സ്റ്റെപ്പേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മള് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതും പ്രൂവ് ചെയ്യാനാണ്. tan 4x ആണ് LHS. ഈ tan 4x നെ നമ്മള് 4 tan x into 1 - tan square x ഹോൾ ബൈ 1 - 6 tan square x plus tan raised to 4x. ഇവിടെ പവർ 4 ആണ് കേട്ടോ. 4x എന്ന് പ്രൂവ് ചെയ്യാനാണ്. കുറച്ച്
വലിയൊരു പ്രോബ്ലം ആണല്ലേ. കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്, നോക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് ഇക്വേഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നോക്കാം. നമുക്കപ്പോ tan 4x, ഇപ്പൊ നമ്മളിവിടെ tan 2x എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. tan 2xന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലല്ലേ. tan 2x ഈക്വൽ ടു 2 tan x by 1 minus tan square x ആണ്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ LHS എടുത്തിട്ട്, LHS എന്ന് പറഞ്ഞാൽ tan 4x ആണല്ലേ. tan 4x, ഈ tan 4x നെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് tan 4x നെ മാറ്റിയിട്ട് 2 into 2x എന്ന് എഴുതി. ആംഗിളിനെ മാത്രമേ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്തു. ആംഗിൾ നമ്മൾ ചേഞ്ച് ചെയ്യാമല്ലോ, ശരിയാണല്ലോ, ഇത് കറക്റ്റ് ആണ്. ഇവിടെ ഈ 2 into 2x ആണ് ടാനിന്റെ ആംഗിൾ എന്ന് വെച്ചാൽ 4x ഈക്വൽ തന്നെയാണ്. ഇപ്പോ ഇത് നോക്കിയേ, ഇതിപ്പോ tan 2x ഫോർമാറ്റിലായി. tan 2x, എക്സിന് പകരം ഇവിടെ 2x ആണ് നടക്കുന്നതേ ഉള്ളൂ അല്ലെ. tan 2x ന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ. tan 2x ഈക്വൽ ടു 2 tan x by 1 minus tan square x ആണ്. അപ്പോ ഈക്വൽ ടു ഇവിടെ 2 tan x, അപ്പോ 2 tan 2x, അതായത് tan 2x ന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. tan 2x ഈക്വൽ ടു 2 tan x, അതായത് ഇവിടെ എന്ത് വരുന്നതാണ് ആൻസറിൽ വരുന്നത്. അപ്പൊ tan 2x ഈക്വൽ ടു 2 tan x, അപ്പൊ 2 tan x, x ന് പകരം 2x ഉണ്ടാവും, ബൈ 1 minus tan square 2x. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു tan 2x വന്നിട്ടുണ്ട്. ഇതിനെ വീണ്ടും നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് മാറണം. അപ്പോ ഈ 2 അവിടെ ഉണ്ട്, ഇൻറ്റു ഈ tan 2x ന് ഇക്വേഷൻ കൊടുക്കുക. അപ്പോ ഇൻറ്റു 2 tan x ബൈ 1 minus tan square x. ഈ 2 കഴിഞ്ഞിട്ടുള്ളത് ആംഗിളിൽ 2 കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ആൻസറിൽ വരുന്നത്. കണ്ട, ഇവിടെ 2 കഴിഞ്ഞിട്ട് 2x വന്നു, ഇവിടെ രണ്ടിലും 2x വന്നു. അടുത്തതിൽ ഇവിടെ 2 കഴിഞ്ഞിട്ട് x ആണ് വന്നത്, കണ്ട, അതോടെ x വന്നു, ബൈ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഈ tan 2x ന് പകരം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഈ 1 ഇവിടെ ഉണ്ട്, 1 മൈനസ് tan 2x, അതായത് ഇപ്പോൾ tan സ്ക്വയർ 2x ആണ്. അപ്പോ ഈ tan 2x ന്റെ ഇക്വേഷൻ എടുത്തിട്ട് അതിന് സ്ക്വയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ tan 2x ന്റെ ഇക്വേഷൻ 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x. ഇത് tan 2x ന്റെ ഇക്വേഷൻ ആയി. അതിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്, കാരണം tan സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, നോക്കാം. ഈക്വൽ ടു ഈ 2 into 2 എന്നിട്ടും 4 കിട്ടും. അപ്പൊ 4 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x. ഇവിടെ ഈ സ്ക്വയർ അകത്ത് കൊടുക്കുമ്പോ ഇതെന്താവും, 2 tan x എന്നുള്ളത് 2 ന്റെ സ്ക്വയർ എടുക്കുമ്പോ 4 ആവും, tan x ന്റെ എടുക്കുമ്പോ tan സ്ക്വയർ x ആവും. ഓക്കെ, അതുപോലെ ഇവിടെ സ്ക്വയർ എടുക്കുമ്പോ 1 മൈനസ് tan സ്ക്വയർ x അതിന്റെ സ്ക്വയർ ആവും. ഓക്കെ അല്ലേ. എന്നിട്ട് അത് ഇവിടെ നമ്മൾ LCM എടുക്കണം, ബൈ നോക്കാം, ഈ 1 മൈനസ് ഇതിൻ്റെത് 4 tan സ്ക്വയർ x എന്നാവും, 4 tan സ്ക്വയർ x ബൈ ഇതിന്റെ സ്ക്വയർ 1 മൈനസ് tan സ്ക്വയർ x അതിന്റെ സ്ക്വയർ. ഇങ്ങനെയല്ലേ എഴുതണം. നമ്മൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് LCM എടുക്കാം. ഇവിടെ അടിയിൽ 1 ആണ്, അപ്പൊ LCM എടുക്കുമ്പോൾ ഇത് തന്നെയാണ് LCM വരുന്നത് അല്ലേ. അത് LCM എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇനി ഇവിടെ വരും. അപ്പോ 1 മൈനസ് tan സ്ക്വയർ x ഹോൾ സ്ക്വയർ മൈനസ് 4 tan സ്ക്വയർ എന്നാവും, ബൈ LCM. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെടുത്ത് മേളിൽ കൊണ്ടുപോകണം. സാധാരണ ഇതിലൊരു ബൈ സാധനം എടുത്ത് നമ്മൾ മേളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് തിരിഞ്ഞു പോയി മൾട്ടിപ്ലൈ ആണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് മുകളിൽ ഇവിടെ ഈ ഒരു സെക്ഷൻ ഉണ്ട്, അതുപോലെ എഴുതണം. 4 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x. ഇത് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എവിടെയൊക്കെയും കട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്ത് വരും. ഇത് തിരിഞ്ഞു വരും അല്ലേ. ഇൻറ്റു ഇതങ്ങ് മേളിൽ വരും. ഇവിടെ LCM ആണ്, മേളിൽ വരും. 1 മൈനസ്
ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ ബൈ എൽ സി എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇവിടെ വരുന്നു. അപ്പോ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ, പിന്നെ ഈ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്, മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്. നമ്മുടെ ഇക്വേഷന് അറിയാമെങ്കിൽ ടാൻ ടു എക്സിന്റെ ഇക്വേഷനും അറിയാം, പിന്നെ മാത്സിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും അറിയാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇത്രയും ഒരു സെക്ഷൻ ആയതുകൊണ്ട് ഇത് നോക്കിയേ, 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്, ഇത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് അല്ലേ, അത് രണ്ട് വെട്ടിപ്പോവും, ഇത് ക്യാൻസൽ ആയി പോയി. ഇവിടുത്തെ സ്ക്വയർ ഉണ്ട്, ആ ഒരെണ്ണം വെട്ടിപ്പോയി, ബാക്കി ഇവിടെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈക്വൽ ടു ഇവിടെ ഉള്ളത് 4 ടാൻ സ്ക്വയർ എക്സ്, സോറി 4 ടാൻ എക്സ്, 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്, കാരണം സ്ക്വയർ വെട്ടിപ്പോയി ഇവിടെ. അപ്പൊ നമ്മൾ ഇതാണ് ആർ എച്ച് എസിൽ നോക്കേ, 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ, അത് കെട്ടിക്കഴിഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ഒരു ചേഞ്ച് വരുത്താൻ പോകണ്ട, താഴെ മാത്രം എന്തെങ്കിലും ഉണ്ടാക്കി ചേഞ്ച് വരുത്തിയത്. നമുക്ക് ഇവിടെ 1 ഉണ്ട്, ഒരു മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് ആണ് വേണ്ടത്, പിന്നെ ടാൻ റൈസ് ടു 4x ഒക്കെയാണ് വേണ്ടത്. നോക്കാം അത് വരാനായിട്ട് നോക്കിയത്. ഇത് നോക്കിയേ, ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ആ ഫോർമാറ്റിൽ കിടക്കുകയാണ്, അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് അറിയാം, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, മൈനസ് 2ab എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ്, അപ്പൊ മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ലാസ്റ്റ് ബി സ്ക്വയർ ഉണ്ടല്ലേ, എ പ്ലസ് ബി എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ലാസ്റ്റ് ആ ബി സ്ക്വയറിന്റെ എഴുതണം, അതായത് ടാൻ സ്ക്വയർ എക്സിന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും, ടാൻ റൈസ് ടു 4x. ലാസ്റ്റ് ഇവിടെ ഒരു ബാലൻസ് ഉണ്ട്, മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അസിസ്റ്റന്റ് നിങ്ങൾ 2-3 എഴുതി പഠിച്ചാൽ മതി, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആൻസർ കിട്ടി കഴിഞ്ഞു. നോക്കാം 1 ഇത് നോക്കിയേ, മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ്, ഇവിടെ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് അല്ലേ, അതായത് മൈനസ് 2x മൈനസ് 4x കൂട്ടുമ്പോൾ മൈനസ് 6x ആണ് കിട്ടുന്നത്. അതേ ഫോർമാറ്റ് തന്നെയാണ്, മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്, ടോട്ടൽ മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ്, മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ്. പിന്നെ ബാലൻസ് ലാസ്റ്റ് ആരാ പ്ലസ് ടാൻ റൈസ് ടു 4x. മുകളിൽ ഇത് കൊണ്ട് കേട്ടോ, 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഇതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? ഓക്കെ, 1 മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ റൈസ് ടു 4x. ഇത്രേ ഉള്ളൂ, ഈക്വൽ ടു RHS. ഇത് നിങ്ങൾ 2-3 എഴുതി പഠിച്ചാൽ മനസ്സിലാവാന്നേ ഉള്ളൂ. നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുള്ള പ്രശ്നമാണ്, പിന്നെ കുറച്ച് LCM ഒക്കെ എടുക്കുന്ന പ്രശ്നങ്ങൾ. എന്തായാലും നമുക്ക് LCM ഒക്കെ എടുക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉള്ളവർക്കാണ് ഇത് കുറച്ച് ടഫായിട്ട് തോന്നുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ 3-4 തവണ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, മനസ്സിലാവാത്തവര് പെട്ടെന്ന് ക്ലിയർ ആവാത്തവര് 3-4 തവണ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. നമുക്ക് അടുത്ത 3ാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിൽ കിടക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനാണ്. cos 6x equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതും കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മളെ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നോക്കാം. അപ്പൊ LHS equal to cos 6x. അപ്പൊ ഈ cos 6x-നെ ഈ 6x എന്ന ആംഗിളിനെ ഞാൻ മാറ്റിയിട്ട് cos 2 into 3x എന്ന് എഴുതി. കുഴപ്പമൊന്നുമില്ലോ. cos 2 into 3x, അതായത് 2 into 3 എന്ന് പറഞ്ഞാൽ 6x തന്നെ വരും. ഓക്കെ, ഇപ്പോ ഇത് cos 2x-ന്റെ ഇക്വേഷൻ ഫോർമാറ്റ് ആയല്ലേ. cos 2x, x-ന് വരാൻ 3x ആണ് നടക്കുന്നേ ഉള്ളൂ അല്ലെ. cos 2x-ന്റെ 2-3 ഇക്വേഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ cos സ്ക്വയർ ഇടുന്ന ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ cos 2x-ന്റെ ഇക്വേഷൻ, അതായത് 2 cos square x മൈനസ് 1 എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോ 2 cos square
എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വരുന്ന ആംഗിൾ ആണ് ഇവിടെ വരുന്നത് 3x മൈനസ് 1. ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 അതുപോലെ എഴുതിയിട്ട് ഈ കോസ് സ്ക്വയർ 3x ഞാൻ കോസ് 3x ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അത് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ കോസ് എക്സ് ഹോൾ സ്ക്വയർ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതുപോലെ ഈ കോസ് സ്ക്വയർ 3x പകരം ഞാൻ കോസ് 3x ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ അല്ലേ? പിന്നെ ഈ -1 ലാസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഈ 2 അതുപോലെ എഴുതിയിട്ട് കോസ് 3x ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ? കോസ് 3x ഇക്വേഷൻ, അതായത് ഇവിടെ കോസ് 2x ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി കോസ് 3x ഇക്വേഷൻ ഉണ്ട്. കോസ് 3x ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് 3 കോസ് എക്സ് ആണ്. അപ്പോ 4 -1 കോസ് 3x ഇക്വേഷൻ ആവും 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇത്ര സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഇവിടെ നമ്മൾ കോസ് 3x കോസ് സ്ക്വയർ 3x വരെ നമ്മൾ കോസ് 3x ഹോൾ സ്ക്വയർ എന്ന് എഴുതി. പിന്നെ ഈ -1 ഇട്ടു. അത് കഴിഞ്ഞിട്ട് കോസ് 3x ഇക്വേഷൻ ഉണ്ടല്ലോ, സൈൻ 3x കോസ് 3x ഇക്വേഷൻ ഉണ്ട്. അത് ആ കോസ് 3x ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്തത്. കോസ് 3x ഇക്വേഷൻ ആയ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് ഇത്രയും അപ്ലൈ ചെയ്തു. -1 ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇതുകൊണ്ടകത്ത് ഇൻഡ്യൂ വേണം. അതായത് 4 കോസ് ക്യൂബ് എക്സ് ഉണ്ടല്ലോ, അതായത് ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് കോസ് 3x ആണ്. കോസ് 3x -1 ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ ചെറിയൊരു ഈ സ്ക്വയർ നമ്മൾ ഇട്ടില്ല, അതാണ് സംഭവിച്ചത്. ഈ കോസ് 3x ഈ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് എഴുതിയിട്ട് ഈ ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ടേ ഇട്ടിട്ടില്ല, ഇട്ടു. ഓക്കെ, ഇപ്പൊ 2 ഇൻറ്റു. ഇനി നമുക്കിത് സിമ്പിൾ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ് അത് എക്സ്പാൻഡ് ചെയ്യാം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അറിയാം അല്ലേ? a സ്ക്വയർ പ്ലസ് 2ab മൈനസ് ബി സ്ക്വയർ. അപ്പോ ഇതിന്റെ സ്ക്വയർ. അപ്പൊ 4 കോസ് ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ 4ന്റെ സ്ക്വയർ 16. കോസ് ക്യൂബ് എക്സിന്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ കോസ് റൈസ് ടു 6x. അടുത്തത് മൈനസ് 2ab ആണല്ലേ? അപ്പൊ മൈനസ് 2 ഇൻറ്റു 4 കോസ് ക്യൂബ് എക്സ് ഇൻറ്റു 3 കോസ് സ്ക്വയർ എക്സ്. അപ്പോ 4 ഇൻറ്റു 3 12 വരും. പിന്നെ 2ab യിലെ ആ 2 അപ്പോൾ 24 കോസ് ക്യൂബ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോ 24 കോസ് റൈസ് ടു 4x. പിന്നെ ലാസ്റ്റ് ഉള്ളത് നമ്മൾ a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ a സ്ക്വയർ എടുത്തു മൈനസ് 2ab എടുത്തു. അടുത്ത ലാസ്റ്റ് പ്ലസ് ബി സ്ക്വയർ, അതായത് 3 കോസ് എക്സിന്റെ സ്ക്വയർ. അപ്പൊ 3യുടേത് 9 ആണ്, കോസ് എക്സിന്റേത് കോസ് സ്ക്വയർ എക്സ് ആണ്. 3 ആയി. പിന്നെ ലാസ്റ്റ് ഒരു -1 ഉണ്ട്. ഏകദേശം നമ്മുടെ ആൻസർ ആയതല്ലേ? നോക്കി പ്രൂവ് ചെയ്യാനുള്ളത് ഏകദേശം ആൻസർ ആയിരിക്കുവാണ്. കോസ് റൈസ് ടു 6 ഒക്കെ ഉണ്ട്, കോസ് റൈസ് ടു 4 ഉണ്ട്, കോസ് സ്ക്വയർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി അകത്ത് മൾട്ടിപ്ലൈ കൊടുത്താൽ ഈ 2 കൊണ്ടകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 32 അല്ലെ? 2 ഇൻറ്റു 16 32 കോസ് റൈസ് ടു 6x. അവിടെ രണ്ടാമത് 48 നടക്കുന്നത്. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. മൈനസ് 2 ഇൻറ്റു 24 48 കറക്റ്റ് ആണല്ല? കോസ് റൈസ് ടു 4x പ്ലസ് അടുത്ത 2 ഇൻറ്റു 9 18 കോസ് സ്ക്വയർ എക്സ്. ലാസ്റ്റ് വെളിയിൽ -1. അപ്പൊ എല്ലാം ആൻസർ ക്ലിയർ ആയില്ലേ? ഈക്വൽ ടു RHS. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് മൊത്തം 3 ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. ഈ 3 ക്വസ്റ്റ്യനും ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് എല്ലാവരും ഒരു 2-3 തവണ ഒരു 3 തവണയെങ്കിലും എഴുതി പഠിക്കണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 3-4 തവണ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് എന്ത് വെച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഉപരി ഈ ചാപ്റ്ററിൽ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഈ ഫസ്റ്റ് ഇയറിലുള്ള എല്ലാ ബാക്കിയുള്ള ചാപ്റ്ററിലും സെക്കൻഡ് ഇയറിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും തന്നെ
ഈ ട്രിഗണോമെട്രി ഇക്വേഷൻസ് എല്ലാം വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇനി എവിടെ ഹയർ സ്റ്റഡീസിന് എവിടെ പഠിക്കാൻ പോലും എവിടെയൊക്കെ മാത്സ് ഉണ്ടോ അവിടെ എല്ലായിടത്തും വരുന്നതാണ് ഈ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ്. സോ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ഡീപ്പായിട്ട് പഠിക്കുന്ന നല്ല ബേസിക് ആയിട്ടുള്ള സെക്ഷൻ ഡീപ്പായിട്ട് പഠിക്കുകയാണ് നമ്മൾ ഇവിടെ ഈ +1. അപ്പോൾ ഇനി അങ്ങോട്ട് എവിടെ പോയാലും ഇത് എല്ലാം വരും. അതുകൊണ്ട് ഈ +1 ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇക്വേഷൻസ് ഉൾപ്പെടെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തറവായിട്ട് നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ കാണാം.